ശ്രീനാരായണ പരമഗുരവേ നമ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവന്റെ സാഹിത്യ സാഗരത്തിലെ വൈഡൂര്യ ശോഭയാർന്നു പ്രകാശിക്കുന്ന കാവ്യതല്ലജമാണ് ജീവകാരുണ്യ പഞ്ചകം. ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും ഈശ്വര സൃഷ്ടി എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കൃതിയാണിത്. മോഡനകം എന്ന വൃത്തത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള 5 ശ്ലോകങ്ങളാണ് ഇവയിലുള്ളത്. ആദ്യ ശ്ലോകം: എല്ലാവരും ആത്മസഹോദരർ എന്നല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം, കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റു ഭുജിക്കയതും. ഇവിടെ സത്യാന്വേഷകരും തത്വചിന്തകന്മാരും അവർ നിരന്തരമായി നടത്തിയിട്ടുള്ള സത്യാന്വേഷണത്തിലൂടെ അവർക്ക് തെളിഞ്ഞു കിട്ടിയിട്ടുള്ളത് സമസ്ത പ്രപഞ്ചത്തിനും അതിലെ ജീവിതത്തിനും ആധാരമായിരിക്കുന്നത് ഒരേ ഒരു സത്യമാണെന്നതാണ്. ഈ സത്യം സകലതിലും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നതിനാൽ ഇതിനെ ആത്മാവെന്ന് പറയുന്നു. ഈ ആത്മാവ് സ്വശക്തി കൊണ്ട് പലതായി രൂപം പകർന്നതാണ് ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും ഉൾപ്പെടുന്ന സമസ്ത പ്രപഞ്ചവും. ഇവിടെ ജീവനുള്ള ജന്തുജാലങ്ങളെയാണ് വിശേഷിച്ച് പരാമർശിക്കുന്നത്. ഒരേ ഒരു പരമാത്മ സത്യത്തിന്റെ വിഭിന്നങ്ങളായ രൂപങ്ങളാണ് എല്ലാ ജീവികളും എന്ന് ഗുരുദേവൻ നമ്മെ ഉറപ്പിച്ചു പഠിപ്പിക്കുന്നു. ഒരേ പ്രാണവായു പങ്കിട്ട് ജീവിക്കുന്നവർ, അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ആത്മ സഹോദരരാണ്. ബ്രഹ്മാണ്ടങ്ങൾ പലതുണ്ടെങ്കിലും മനുഷ്യ ജീവിതം ഭൂമണ്ഡലത്തിലാണല്ലോ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഭൂമിയിലെ ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യന് ഗുരു നൽകിയിരിക്കുന്ന സാരോപദേശമാണ് ജീവകാരുണ്യ പഞ്ചകം. കാരണം ഭൂമിയിലെ ജീവജാലങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യർ ജീവിതം നയിക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായി പ്രകൃതി കിണങ്ങി ജീവിക്കുന്നിടത്ത് സാരോപദേശത്തിന് പ്രസക്തിയില്ല. എല്ലാവരും സ്വന്തം സഹോദരങ്ങളെന്ന് കരുതി ജീവിക്കുന്നിടത്ത് സ്നേഹവും കരുതലും കരുണയും സംജാതമാകും. ഇത് ശാന്തിക്ക് കാരണമായി തീരുകയും ചെയ്യും. രണ്ടാം ശ്ലോകം: കൊല്ലാവ്രതമുത്തമമാമതിലും തിന്നാവ്രതമെത്രയും ഉത്തമമാം, എല്ലാ മതസാരവുമോർക്കിലിതെന്ന് അല്ലേ പറയേണ്ടതു ധാർമ്മികരേ. ഇവിടെ എല്ലാ ജീവികളെയും കൊല്ലുക അല്ലെങ്കിൽ കൊന്നു തിന്നുക അതിലും ശ്രേഷ്ഠമാണെന്ന് പറയുന്നു. അഹിംസ പരമോ ധർമ്മഃ എന്ന ഹൃദയത്തിൽ ഉറപ്പിച്ച് ജീവിതം നയിക്കാൻ അല്പം ധൈര്യമൊക്കെ വേണം. എന്നാൽ അതിനേക്കാൾ ധീരന്മാർക്ക് മാത്രമേ കൊന്നു തിന്നുകയില്ല എന്ന തീരുമാനത്തിൽ ഉറച്ച് ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ ഒരുപാട് മതങ്ങളുണ്ട്. ഈ മതങ്ങൾ അനുശാസിക്കുന്ന ശുദ്ധധർമ്മത്തിനനുസരിച്ച് ജീവിതം നയിക്കുന്നവരെ ധാർമ്മികർ എന്ന് സംബോധന ചെയ്യുന്നു. എല്ലാ മതങ്ങളുടെയും സാരം കൊല്ലരുത് എന്നതിന് പ്രാധാന്യം നൽകുന്നത് തന്നെയാണ്. സൂരികൾ എന്നാൽ അറിവുള്ളവർ. അറിവുള്ളവരാണ് സമൂഹത്തിലെ നന്മ തിന്മകൾ വേർതിരിച്ചു കാണിച്ചു കൊടുക്കേണ്ടത്. ജീവിത വ്യവസ്ഥയെ ആകെ ധരിച്ചു നിർത്തിയിരിക്കുന്ന ഈ സത്യത്തെയാണ് ധർമ്മം എന്ന് വ്യവഹരിക്കുന്നത്. ഈ സത്യത്തിന് നിരക്കാത്തത് അധർമ്മം. മൂന്നാം ശ്ലോകം: കൊല്ലുന്നതു തങ്കൽ വരിൽ പ്രിയമാമല്ലി വിധിയാർക്കു ഹിതപ്രദമാം, ചൊല്ലേണ്ടതു ധർമ്മ്യമിതാരിലും ഒത്തല്ലേ മരുവേണ്ടത് സൂരികളെ. ഇവിടെ നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ നമുക്കേറെ പ്രിയപ്പെട്ടതിനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചാൽ നമുക്കിഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, നഖശിഖാന്തം എതിർക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ എന്തിനെയാണോ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നത്, ഒരിക്കലും ഒരു ജീവിയും കൊല്ലപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. എതിർക്കുവാനോ ഒഴിവാക്കുവാനോ കരുത്തില്ലാത്തതിനാൽ മറ്റുള്ളവരാൽ കൊല്ലപ്പെടേണ്ടി വരുന്നു. ഇവിടെ കൃത്യമായൊരു ധർമ്മബോധമുള്ളവന് ഒരിക്കലും ഒരു ജീവിയെയും കൊല്ലുവാനോ കൊന്നു തിന്നുവാനോ സാധ്യമാവുകയില്ല എന്ന് ഗുരുദേവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാലാം ശ്ലോകം: കൊല്ലുന്നവനില്ല ഭുജിപ്പതിനാൾ, ഇല്ലെങ്കിൽ ശിക്കുക തന്നെ ദൃഢം, കൊല്ലിക്കുക കൊണ്ടു ഭുജിക്കുകയാം, കൊല്ലുന്നതിൽ നിന്നുമുരത്തുരകം.
ഇവിടെ തിന്നാൻ ആളില്ലെങ്കിൽ കൊല്ലാൻ ആളില്ലെന്ന് വരും. എന്നാൽ ചിലപ്പോൾ തിന്നാൻ ആളില്ലെങ്കിൽ കൊന്നവൻ തന്നെ തിന്നേണ്ടി വരും. അതായത് തനിക്കു വേണ്ടി മറ്റൊരാളെ കൊണ്ട് കൊല്ലിക്കുന്നത് സ്വയം കൊല്ലുന്നതിനേക്കാൾ വലിയ പാപമാണെന്ന് കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 5-ാം ശ്ലോകം. കൊല്ലാകിലവൻ ഗുണമുള്ള പൂമാനല്ലാകിൽ മൃഗത്തോടു തുല്യനവൻ കൊല്ലുന്നവനില്ല ശരണ്യത മറ്റെല്ലാ വക നന്മയുമാർന്നിടിലും. ഇവിടെ സഹജീവികളെ കൊല്ലാതിരിക്കുന്നവൻ ഗുണശാലിയാണ്, അല്ലെങ്കിൽ അവൻ മൃഗസമാനനാണ്. എന്തൊക്കെ നന്മകൾ ഉണ്ടെങ്കിലും ഒരു ജീവിയെ കൊല്ലുന്നവന് ഒരു അഭയസ്ഥാനവും ഉണ്ടായിരിക്കില്ല. ഇവിടെ കൊല്ലാതിരിക്കുക എന്നത് മനസ്സാ വാച കർമ്മണ ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ശ്രേയസ്സും പ്രയസ്സും കരഗതമാകുമെന്ന് ഉറപ്പു നൽകുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവകാരുണ്യ പഞ്ചകം എന്ന കൃതിയുടെ പ്രസക്തിയും പ്രാധാന്യവും ഏറെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകവ്യാപകമായി സമ്പത്തിനും അധികാരത്തിനും വേണ്ടി മഹായുദ്ധങ്ങൾ വരെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും അതിപ്രസരണത്തിലൂടെ ഒരു രാഷ്ട്രത്തിന്റെ കരുത്തും ഭാവി വാഗ്ദാനങ്ങളുമായ യുവതലമുറയെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്നു. ഗുരുദേവന്റെ ജീവകാരുണ്യ പഞ്ചകത്തിലൂടെ ഈ ഹിംസയെ ശക്തമായി എതിർക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവവും വരുത്താതെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. ലോകം ശാന്തിപൂർണമായിരിക്കുവാൻ ഗുരുദേവൻ കനിഞ്ഞനുഗ്രഹിച്ചു നൽകിയ ഒരു സാരോപദേശം തന്നെയാണ് ജീവകാരുണ്യ പഞ്ചകം. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഏവർക്കും പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.